ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സ്വദേശ് മെഗാ ക്വിസ് കോമ്പറ്റീഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ടൊന്ന് ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞു, റിസൾട്ടൊക്കെ പ്രഖ്യാപിച്ചു. കുട്ടികൾക്കുള്ള ട്രോഫികളും സർട്ടിഫിക്കറ്റൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിനിടയിൽ ഷീജിച്ചാണ് മാറി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് അൺലോക്കൊക്കെ മാറ്റിയിട്ട് വാങ്ങിച്ച് കൊണ്ടുപോകുന്നത് കണ്ടു. എന്നിട്ട് അവിടെ കുറച്ച് മാറി നിന്നു. എന്താണെന്ന് മനസ്സിലായില്ല. കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞിട്ടും അതെ, അതായത് 5 മിനിറ്റും 10 മിനിറ്റും 15 മിനിറ്റും അരമണിക്കൂർ കഴിഞ്ഞിട്ട് പോലും ആളതിൽ നിന്ന് മാറിയിട്ടില്ല. അപ്പോൾ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട്, ആകെ ബഹളമാണ്. അതായത് പേരൻസിൻ്റെ കുട്ടികളുണ്ട്, ട്രോഫികളും സർട്ടിഫിക്കറ്റും കൊടുക്കുന്നതിൻ്റെ തിരക്കാണ്. ഇതിൻ്റെ ഇടയിൽ ഒന്നും അറിയുന്നില്ല ആൾ. അതായത് വിളിച്ചിട്ട് പോലും വിളി കേൾക്കുന്നില്ല. അത്രയും ആഴ്ന്നിറങ്ങിയിരിക്കുക ഫോണിൽ. എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനും മറ്റേ ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നോക്കുക എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഞാൻ പ്രതിലിപി എന്നുള്ള ആപ്പിലെ കഥകൾ വായിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വായിക്കുന്ന കഥകൾ, തുടർക്കഥകൾ ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ വായിച്ചു കഴിഞ്ഞ കഥയാണല്ലോ, ആ കഥയാണ് ആളിരുന്ന് വായിക്കുകയാണ്. അതായത് അൺലോക്കായി കഴിഞ്ഞിട്ട് വായിക്കാനുള്ള ആകാംക്ഷ, അതിൻ്റെ അടുത്തടുത്ത ഭാഗങ്ങൾ വായിക്കാനുള്ള ആകാംക്ഷ. 12 മണിക്ക് ശേഷം അൺലോക്ക് ആവുമല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുന്നത്തെ മംഗളം, മനോരമ അങ്ങനെ ആഴ്ചപ്പതിപ്പുകളുണ്ടല്ലോ, വീക്കിലികളിൽ തുടർക്കഥകൾ നമ്മൾ ഓരോ ആഴ്ചകളും വായിക്കുന്നതിനേക്കാളും ക്രേസിലാണ് 12 മണിക്ക് ശേഷം അത് ലോക്ക് മാറുമ്പോൾ വായിക്കാനുള്ള ത്വര. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. നന്ദി.